എൻ്റെ ബാല്യകാലം മുഴുവൻ ഓർമ്മിക്കുമ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് താമസിച്ചിരുന്ന ഒരാൾ എപ്പോഴും മനസ്സിൽ വരും. സുമിത്ര ചേച്ചി. 35 വയസ്സോളം പ്രായമുള്ള അവൾ എല്ലായിടത്തും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പട്ടണത്തിൽ നിന്നാണ് അവൾ വന്നത്. ഭർത്താവ് മനോജേട്ടൻ ഗൾഫിൽ ജോലി നോക്കുമായിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ കൂടുതലും അവൾ ഒറ്റയ്ക്കായിരുന്നു താമസം. വീടിൻ്റെ മുന്നിലെ പൂന്തോട്ടം, മുറ്റത്തുള്ള ചെടികൾ, വീടിൻ്റെ പിന്നിലെ ചെറിയ കൃഷിയിടം എല്ലാം സുമിത്ര ചേച്ചിയുടെ പരിചരണത്താൽ മാത്രമാണ് വളർന്നിരുന്നത്. ഞങ്ങൾ കുട്ടികൾ പലപ്പോഴും അവളുടെ വീട്ടിൽ പോകും. അവൾ എല്ലാവർക്കും സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ കുട്ടികളോട് കഥകൾ പറയാൻ അവൾക്കിഷ്ടമായിരുന്നു. ചിലപ്പോൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും അവൾ ഞങ്ങളോട് പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ ചിലപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു ഏകാന്തതയുണ്ടായിരുന്നു. ഒരുപാട് ആളുകളോട് സംസാരിച്ചാലും മനസ്സിൻ്റെ ആഴത്തിൽ എന്തോ പറയാനാകാത്ത വികാരങ്ങൾ അവളിൽ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം അവൾ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ ചില വേദനകൾ നമ്മൾ മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ്. ശരിക്കും മറ്റാരും അത് കേൾക്കാൻ താല്പര്യപ്പെടാറില്ല. അന്നെനിക്ക് അധികം ചേച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അവളുടെ ജീവിതകഥ കേട്ടപ്പോൾ ആ വാക്കുകളുടെ ഭാരമാണ് മനസ്സിലായത്. സുമിത്ര ചേച്ചിയുടെ ഭർത്താവ് മനോജേട്ടൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. തുടക്കത്തിൽ കുറച്ചുകാലം കത്തുകളും ഫോൺ കോളുകളും ഉണ്ടായിരുന്നതായിരുന്നു. എന്നാൽ പിന്നീട് ബന്ധം കുറയുകയും മാസങ്ങളോളം ഒരു വാർത്ത പോലും വരാതെയിരുന്നു. ഒരു കത്തോ ഒരു ഫോൺ കോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ മുതിർന്നവർക്ക് പോലും അവളോട് കാര്യം ചോദിക്കാൻ മടിയായിരുന്നു. അവൻ തിരക്കിലായിരിക്കും, പണം അയക്കുന്നുണ്ടല്ലോ, അതുപോരെ എന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരാളുടെ മനസ്സ് പണം കൊണ്ട് മാത്രം സന്തോഷം നിറയുന്നതാണോ? സുമിത്ര ചേച്ചിയുടെ കണ്ണുകളിൽ പലപ്പോഴും ഒളിഞ്ഞൊരു ശൂന്യത കണ്ടിരുന്നു. അവൾ പുറത്തേക്ക് ചിരിച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരിടത്ത് ഏകാന്തതയുടെ ഒരു വലിയ ഭാരം അവളെ ചുറ്റിപ്പറ്റിയിരുന്നു. എന്നാൽ അതൊന്നും പുറത്തു പറയാതെ അവൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. രാവിലെ വീട്ടുജോലികൾ ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, പിന്നീട് പൂന്തോട്ടവും വീടിൻ്റെ പിന്നിലെ പച്ചക്കറി കൃഷി പരിപാലിക്കൽ, വൈകുന്നേരങ്ങളിൽ വീട്ടുവളപ്പിലിരുന്ന് ഞങ്ങൾ കുട്ടികളോട് കഥ പറയൽ, ഇതായിരുന്നു അവളുടെ ദിനചര്യ. എന്നാൽ ചിലപ്പോൾ രാത്രിയിൽ അവളുടെ കണ്ണുകൾ ചുവന്നതായി കണ്ടിട്ടുണ്ട്. കരഞ്ഞ ശേഷം വരുന്ന കണ്ണുകളുടെ തളർച്ച അത് വ്യക്തമാക്കും. ഒരു ദിവസം മഴയത്ത് വീട്ടിലെ മുറ്റത്തിരുന്നു കൊണ്ട് അവൾ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല. പക്ഷേ മനസ്സിലുണ്ടാവുന്ന വേദന പറയാൻ ഒരാളുണ്ടാകണം, ഇല്ലെങ്കിൽ അത് ഉള്ളിൽ പൊട്ടിത്തെറിക്കും. ആ വാക്കുകൾ എനിക്ക് പല ദിവസവും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കാലം കഴിയുന്നതിനൊപ്പം സുമിത്ര ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. ഒരു പുതിയ കുടുംബം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് മാറിയെത്തി. അവരിൽ രഘു എന്നു പേരുള്ള ഒരാൾ ഗ്രാമത്തിലെ സ്കൂളിൽ അധ്യാപകനായി ജോലിക്കെത്തിയിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുന്ന രഘുമാഷിനോട് ഗ്രാമത്തിലെ എല്ലാവർക്കും പെട്ടെന്ന് സൗഹൃദം തോന്നി. സുമിത്ര ചേച്ചിയും രഘുമാഷുമായി അധികം സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അതെല്ലാം സാധാരണ സൗഹൃദമായിരുന്നു. അവൾ വീട്ടുവളപ്പിൽ പൂക്കൾ നടുമ്പോഴും പച്ചക്കറി പറിക്കുമ്പോഴും ചിലപ്പോൾ രഘുമാഷ് അടുത്തു വന്ന് സഹായിക്കാറുണ്ടായിരുന്നു. അവർ ഓരോരുത്തർക്കും പുറത്തു പറയാനാവാത്ത ചില വേദനകളുണ്ടായിരുന്നു. രഘുമാഷിന്റെ ജീവിതത്തിലും ചില ഏകാന്തതകൾ ഉണ്ടെന്ന് പിന്നീട് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. സമയം ഒരുപാട് മുന്നോട്ടു പോയി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ആഴ്ചകൾ കഴിഞ്ഞു. അപ്പോഴേക്കും അവർക്കിടയിൽ ഒരു ആത്മബന്ധം വളർന്നിരുന്നു. അത് ആദ്യം സൗഹൃദമായിരുന്നു. പിന്നീട് അവർ പരസ്പരം മനസ്സുകൾ കൈമാറി. പക്ഷേ സുമിത്ര ചേച്ചി ഒരിക്കലും തൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞത്, മനോജേട്ടൻ അവൻ തൻ്റെ ലോകത്തിൽ ജോലിയിലൊക്കെ തിരക്കിലായിരിക്കാം, ഞാൻ എൻ്റെ ലോകം കണ്ടെത്തണം, ജീവിക്കാൻ മനസ്സിന് താങ്ങായി ആരെങ്കിലും വേണം. ആ വാക്കുകൾ അവളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വേദന വെളിപ്പെടുത്തുന്നവയായിരുന്നു. സുമിത്ര ചേച്ചിയും രഘുമാഷും തമ്മിലുള്ള സൗഹൃദം കാലക്രമേണ
ഗ്രാമത്തിലെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ആളുകൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഓരോ വിധത്തിൽ വാർത്തകൾ ആളുകളിൽ എത്തിത്തുടങ്ങി. ചിലർ സ്വകാര്യമായി സംസാരിക്കുകയും അടക്കം പറച്ചിലും രഹസ്യം പറച്ചിലുമൊക്കെ തുടങ്ങി. സദാചാരവാദികളെല്ലാം ജാഗരൂകരായി. ഭർത്താവില്ലാത്ത വീട്ടിൽ ഒരു അന്യപുരുഷൻ വരുന്നു, ഇതൊരു നല്ല കാര്യമല്ലല്ലോ എന്നായിരുന്നു ചിലരുടെ അഭിപ്രായം. പക്ഷേ സുമിത്ര ചേച്ചി ഒരിക്കലും ആളുകളുടെ വാക്കുകളെ ശ്രദ്ധിച്ചില്ല. സദാചാരവാദികളുടെ അടക്കം പറച്ചിലുകൾ ചെവിക്കൊണ്ടില്ല. അവളുടെ മനസ്സിന് വർഷങ്ങളായി അടച്ചുവച്ചിരുന്ന വേദനകൾക്ക് ആശ്വാസം കിട്ടിയതായിരുന്നു. രഘുമാഷും അതേപോലെ തന്നെ. ഗ്രാമത്തിൽ ചിലർ സംസാരിക്കുന്നുണ്ടെന്ന് മാഷ് അറിഞ്ഞിരുന്നെങ്കിലും സുമിത്ര ചേച്ചിയോട് മാഷ് ഒരു ദിവസം പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട്. നമ്മളെക്കുറിച്ച് ആളുകൾ പലതും സംസാരിക്കും, പക്ഷേ നമ്മളെക്കാൾ നമ്മുടെ മനസ്സിനെ മറ്റാരും അറിയുന്നില്ല. അവരുടെ സൗഹൃദം പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും കവിതകൾ പങ്കുവെക്കുന്നതിലൂടെയും വളർന്നു. വൈകുന്നേരങ്ങളിൽ വീട്ടുവളപ്പിലിരുന്ന് അവർ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ചിലപ്പോൾ ഞാൻ സുമിത്ര ചേച്ചിയുടെ കണ്ണുകളിൽ പേടിയുടെ ഒരു വര കാണാറുണ്ടായിരുന്നു. സമൂഹം ഒരിക്കലും സ്ത്രീകൾക്ക് സ്വന്തം സന്തോഷം സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞിരുന്നു, സന്തോഷം തേടുന്ന സ്ത്രീക്ക് സമൂഹം ഒരിക്കലും കയ്യടി കൊടുക്കില്ല. പക്ഷേ അവൾ കണ്ണീർ പൊഴിക്കുമ്പോഴാണ് എല്ലാവരും സഹതാപം കാണിക്കുന്നത്. ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയൊരു വാർത്ത പരന്നു. സുമിത്ര ചേച്ചിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി വരികയാണെന്ന് ആളുകൾ പറഞ്ഞു. ഈ വാർത്ത കേട്ട് സുമിത്ര ചേച്ചി ദിവസങ്ങളോളം ഒറ്റയ്ക്കിരുന്നു. ഒരിക്കൽ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യനെക്കുറിച്ച് അവൾക്ക് സന്തോഷം തോന്നണമായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നത് ആശയക്കുഴപ്പത്തോടും ഭയത്തോടുമായിരുന്നു. രഘുമാഷിനോടുള്ള സൗഹൃദം അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരുന്നു. മനസ്സിൻ്റെ അടിത്തട്ടിൽ അവൾക്ക് അവനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഭർത്താവിൻ്റെ വരവോടെ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അവളെ അലട്ടിത്തുടങ്ങി. ഗ്രാമത്തിലെ ആളുകൾക്കും വാർത്ത വലിയൊരു ചർച്ചാ വിഷയമായി. ചിലർ പറഞ്ഞു, ഇനി രഘു പിന്മാറും, ഭർത്താവ് വന്നാൽ അവളോട് മാഷ് സൗഹൃദം തുടർന്നേക്കില്ല. പക്ഷേ രഘുമാഷ് ഒരിക്കലും മാറിപ്പോയില്ലട്ടോ. മറിച്ച് സുമിത്ര ചേച്ചിയോട് പറഞ്ഞത്, നിന്റെ ജീവിതം നീ തീരുമാനിക്കണം, സന്തോഷം എവിടെയാണെന്ന് നിനക്കേ അറിയൂ. ആ ദിവസങ്ങളിൽ സുമിത്ര ചേച്ചി ഏറെ മൗനമായി. അവളുടെ കണ്ണുകളിൽ ഒരു തരം കലക്കം തെളിഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ വരവ് അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകളും പുതിയ ബന്ധവും തമ്മിൽ വലിയൊരു പോരാട്ടം സൃഷ്ടിച്ചു. സുമിത്ര ചേച്ചിയുടെ ഭർത്താവ് മനോജേട്ടൻ നാട്ടിലെത്തിയ ദിവസം ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ആവേശത്തിലായിരുന്നു. വർഷങ്ങൾക്കു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന മനുഷ്യനെ കാണാൻ അയൽക്കാരും ബന്ധുക്കളും എല്ലാവരും എത്തിയിരുന്നു. ഭർത്താവ് വന്നപ്പോഴുള്ള ആദ്യ കാഴ്ചയിൽ സുമിത്ര ചേച്ചിയുടെ മുഖത്ത് ഒരു തരം നിർജീവമായൊരു ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങളായി അടങ്ങിയിരുന്ന വികാരങ്ങൾ ഒന്നും പുറത്തു വന്നില്ല. ആദ്യ ദിവസങ്ങൾ എല്ലാം സാധാരണമായിരുന്നു. ഭർത്താവ്, വീട്ടുപണി, ഗ്രാമത്തിലെ കാര്യങ്ങൾ, നാട്ടിലെ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുമായിരുന്നു. പക്ഷേ ഭാര്യയുടെ മനസ്സിൽ നടക്കുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് മനോജ് അറിഞ്ഞില്ല. രഘുമാഷിനോടുള്ള സൗഹൃദത്തെക്കുറിച്ച് ഗ്രാമത്തിലെ ചിലർ മനോജിന് സൂചനകൾ കൊടുത്തിരുന്നു. എന്നാൽ അവൻ അതൊന്നും മനസ്സിലാക്കിയില്ലെന്നോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നോ തോന്നി. ഒരു രാത്രി സുമിത്ര തൻ്റെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു, വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്കായിരുന്നു, സംസാരിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരാൾ വന്നു, അവൻ എനിക്കൊരു സുഹൃത്ത് മാത്രമാണ്. ഭർത്താവ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ ചെറിയൊരു ആശ്ചര്യവും ദുഃഖവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി വീട്ടിൽ വലിയൊരു മൗനം നിറഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ വരവോടെ സുമിത്ര ചേച്ചിയുടെ മനസ്സിൽ വലിയൊരു പോരാട്ടം ആരംഭിച്ചു. വർഷങ്ങളായി അവൾ അനുഭവിച്ച ഏകാന്തത, രഘുവിനോടുള്ള സൗഹൃദം, ഭർത്താവിൻ്റെ മടങ്ങിവരവ്, ഇതെല്ലാം അവളുടെ മനസ്സിൽ പരസ്പരം ഏറ്റുമുട്ടി. മനസ്സാകെ വീർപ്പുമുട്ടി. രഘു ഒരിക്കൽ സുമിത്ര ചേച്ചിയോട് പറഞ്ഞു, നീ സന്തോഷം കണ്ടെത്തേണ്ടത് നിന്റെ മനസ്സ് പറയുന്ന വഴിയിലാണ്.
സമൂഹവും ആളുകളും എല്ലായ്പ്പോഴും വിധിക്കും. പക്ഷേ ജീവിക്കുന്നത് നമ്മളാണ്. ആ വാക്കുകൾ സുമിത്രയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവൾ ഏറെ ദിവസങ്ങൾ മൗനത്തിലായിരുന്നു. ഒടുവിൽ ഒരു വൈകുന്നേരം സുമിത്ര ചേച്ചി ഭർത്താവിനോടും രഘുവിനോടും തുറന്നു സംസാരിച്ചു. എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ആശ്രയിക്കാൻ പോകുന്നത് എന്റെ സ്വന്തം തീരുമാനങ്ങളെയാണ്. മറ്റാരുടെയും കാരുണ്യത്തിലും സഹായത്തിലും ജീവിക്കാൻ ഇനി എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് എന്റെ മനസ്സിന് സമാധാനമാണ്. ആ വാക്കുകൾ കേട്ട് രണ്ടുപേരും മൗനമായി. പിന്നീട് സുമിത്ര ചേച്ചി തന്റെ ജീവിതം പുതിയൊരു വഴിയിലേക്ക് തിരിച്ചു. ഭർത്താവിനോടൊപ്പം ബന്ധം തുടരുകയോ രഘുവിനോട് സൗഹൃദം അവസാനിപ്പിക്കുകയോ മാത്രം അവളുടെ തീരുമാനമായിരുന്നില്ല. അവൾ തന്റെ ജീവിതത്തിൽ സ്വന്തമായി നിലകൊള്ളാൻ തുടങ്ങി. ഗ്രാമത്തിലെ ആളുകൾ ആദ്യം പലതും സംസാരിച്ചു, കിംവദന്തികൾ പറഞ്ഞു. പക്ഷേ പിന്നീട് അവർ തിരിച്ചറിഞ്ഞു, സുമിത്ര തന്റെ ജീവിതം സ്വന്തമായി നിർമ്മിച്ച സ്ത്രീയാണെന്ന്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.